നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് മാർച്ച് മാസം 16-ാം തീയതി തിങ്കളാഴ്ച മുതൽ മാർച്ച് മാസം 22-ാം തീയതി ഞായറാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള 27 നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. അതിൽ അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്ന മേടം രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ കുടുംബപരമായിട്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ തൊഴിൽപരമായിട്ട് എല്ലാം വളരെ ശ്രദ്ധ വേണ്ട സമയമാണ്. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഈ മേടം രാശിക്കാർക്ക് 7.5 ശനി നിലനിൽക്കുന്നത് കൊണ്ടും 5-ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ദുരിതഭാവസ്ഥിതി നിലനിൽക്കുന്നത് കൊണ്ട് ദീർഘദൂര യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും നോക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം. ഈ ഒരു സമയങ്ങളിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം. ഈ ഒരു സമയങ്ങളിൽ ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലും വേണ്ടുന്ന ഒരു സമയമാണ്. എന്നാലോ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പഠന സംബന്ധമായിട്ട് മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠന സംബന്ധമായിട്ട് നല്ല മികവ് പുലർത്തുവാനും കഴിയുന്ന ഒരു സമയമാണ്. ധനപരമായിട്ടാണെങ്കിലും ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും ശനീശ്വരൻ്റെ വ്യയസ്ഥാനത്തെ സ്ഥിതി മൂലം സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് ആഞ്ജനേയ സ്വാമിക്ക് വടമാല ചെയ്യുന്നതും നവഗ്രഹ ക്ഷേത്രത്തിലാണെങ്കിൽ നിരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും മേടം രാശിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇനി കാർത്തിക നക്ഷത്രം 45 നാഴികയും രോഹിണി നക്ഷത്രവും മകീരം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ സുഖസ്ഥാനമായിട്ടുള്ള 4-ാം ഭാവത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ടോ ചില സമയങ്ങളിൽ മനസ്സിന് ടെൻഷനും മറ്റും തോന്നുമെങ്കിലും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോയാൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്കും അത്ര തന്നെ മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ജന്മരാശ്യാധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും ശനീശ്വരനും ബുധനും വ്യാഴവുമെല്ലാം വളരെ അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതിയിൽ നിൽക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ സ്വയമായിട്ടുള്ള പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതിൽ തൊഴിൽ മേഖലകളിലായാലും കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ധനസംബന്ധമായിട്ടും ധനപരമായിട്ടും എല്ലാം നല്ല നല്ല ഗുണഫലങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലോ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയങ്ങളിൽ ഗണപതി ഭജനവും ഗണപതി പൂജ ചെയ്ത് പ്രാർത്ഥിക്കുന്നതുമെല്ലാം വളരെ നല്ലതാണ്. ഇനി മകീരം നക്ഷത്രം 30 നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ പൊതുവേ കണ്ടകശനി കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും
വളരെയധികം ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക്, മനസ്സന്തോഷത്തിനെല്ലാം സാധ്യത കാണുന്നുണ്ട്. ജന്മരാശ്യാധിപൻ ഭാഗ്യസ്ഥാനത്തും ജന്മരാശിയിലാണെങ്കിലോ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിയും വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധൻ്റെയും ചൊവ്വയുടെയും എല്ലാം ഭാഗ്യസ്ഥാനത്തെ സ്ഥിതി മൂലം ദൈനംദിന ജീവിതത്തിൽ എല്ലാ മേഖലകളിലും തന്നെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ സന്താനഭാവങ്ങളിലുമെല്ലാം മനസ്സന്തോഷത്തിന് അനുകൂല സമയമാണ്. തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ധാരാളം നേട്ടങ്ങൾക്ക് അനുകൂലമായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരനാണ് കണ്ടകശനിയിലൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകളെ ഒഴിവാക്കുന്നത് ഈ ഒരു സമയത്ത് വളരെ ഗുണം ചെയ്യും. മിഥുനം രാശിക്കാർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നതും ആഞ്ജനേയ സ്വാമിക്ക് ശംഖാഭിഷേകം ചെയ്യുന്നതും സിന്ദൂര ചാർത്ത് ചെയ്യുന്നതുമെല്ലാം വളരെ വളരെ നല്ലതാണ്. ഇനി പുണർദം നക്ഷത്രം 15 നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടിച്ചേരുന്ന കർക്കിടകം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരനും സുഖനാഥനായിരിക്കുന്നതായ ശുക്രനും അനുകൂലമായിട്ടുള്ള സ്ഥിതി വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ചൊവ്വയും ബുധനും രാഹുവും എല്ലാം അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ, ആരോഗ്യ പരിപാലനത്തിൽ, ജീവിത അനുഷ്ഠാനങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കണം. വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ച് കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിലും ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി കുടുംബത്തിലാണെങ്കിലോ കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ കോപശീലത്തെ നിയന്ത്രിച്ച് വളരെ ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്ന സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് അലസത വരാതെ, ക്ഷീണം വരാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. കൂടാതെ മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്ന ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം ഈ ഒരു സമയങ്ങളിൽ. അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഉള്ളതുകൊണ്ടും ജന്മരാശ്യാധിപനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ അഷ്ടമഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ, ജീവിതാനുഷ്ഠാനങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിലും കർമ്മ മേഖലകളിലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് മത്സരങ്ങളെ നേരിടേണ്ടി വരുന്ന സമയമായതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് പോകണം. പ്രത്യേകിച്ച് തൊഴിൽ മേഖലകളിൽ അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കണം ഈ ഒരു സമയങ്ങളിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും ധനപരമായിട്ടും എല്ലാം മനസ്സന്തോഷത്തിനും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ടെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ധാരാളം മുന്നേറ്റം ഉണ്ടാകുന്നതായിട്ടുള്ളൊരു സമയമാണ്. പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയുന്ന സമയമാണ്. പൊതുവേ ഈ ചിങ്ങം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ഭഗവാന് ശംഖാഭിഷേകം ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണം ചെയ്യും. ഇനി
ഉത്രം നക്ഷത്രം 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന കന്നി രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യപരമായിട്ട്, തൊഴിൽപരമായിട്ട്, കർമ്മപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. പൊതുവേ ഈ കന്നി രാശിക്കാർക്ക് കണ്ടകശനി നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശ്യാധിപനായിരിക്കുന്ന ബുധൻ രോഗസ്ഥാനമായിട്ടുള്ള 6-ാം ഭാവത്തിൽ രാഹുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നതും അഷ്ടമാധിപതിയായിരിക്കുന്നതായ ചൊവ്വയ്ക്ക് 6-ാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും കർമാധിപതിയായിരിക്കുന്ന ബുധനാണെങ്കിൽ 6-ാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ആരോഗ്യപരിപാലനത്തിൽ, ജീവിതാനുഷ്ഠാനങ്ങളിൽ ഈ കന്നിരാശിക്കാർ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും കുറച്ചൊക്കെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും കർമ്മതലത്തിൽ സഹായികളുമായിട്ട് അഭിപ്രായ ഭിന്നത വരാതെ, തർക്കങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ വളരെയധികം ശ്രദ്ധിക്കണം. എന്നാലോ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ധനപരമായിട്ടും ഉയർച്ചയും സന്തോഷവുമെല്ലാം സാധ്യത കാണുമെങ്കിലും ഭാര്യാഭർത്തൃബന്ധങ്ങളിൽ തർക്കങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. ധനപരമായിട്ട് കൂടുതൽ ചിലവ് വർധനവിന് സാധ്യത ഉള്ളതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിലും ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ കന്നിരാശിക്കാർ. അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ ആഞ്ജനേയ സ്വാമിക്ക് എള്ളെണ്ണ സമർപ്പണവും കദളിപ്പഴ സമർപ്പണവും വളരെ നല്ലതാണ്. കൂടാതെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. ഇനി ചിത്തിര നക്ഷത്രം 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം 45 നാഴികയും കൂടിച്ചേരുന്ന തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ആരോഗ്യപരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. എന്നാലോ കർമ്മപരമായിട്ട്, തൊഴിൽപരമായിട്ട്, കുടുംബപരമായിട്ട്, ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ, സന്താനഭാവങ്ങളിലെല്ലാം തന്നെ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് നേട്ടങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയുന്നതായിട്ടൊരു സമയമാണ്. അതുകൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഈ ഒരു സമയങ്ങളിൽ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും ഭഗവതിക്ക് കുങ്കുമാർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി വിശാഖം നക്ഷത്രം 15 നാഴികയും അനീഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടിച്ചേരുന്ന വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്ക് ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണാമെങ്കിലും അഷ്ടമ വ്യാഴം ഉള്ളൊരു സമയമാണ്. ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അഷ്ടമഭാവസ്ഥിതി മൂലം ധനപരമായിട്ട്, കുടുംബപരമായിട്ട്, കുടുംബ ബന്ധങ്ങളിൽ, സന്താനഭാവങ്ങളിൽ അഭിപ്രായ ഭിന്നത, തർക്കങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിനും സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഈ ഒരു സമയങ്ങളിൽ ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കണം. എന്നാലോ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും മനസ്സന്തോഷവും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന വിഷയത്തിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയുന്ന സമയമാണ്. പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ വൃശ്ചികം രാശിക്കാർക്ക്. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമാർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം 15 നാഴികയും കൂടിച്ചേരുന്ന ധനുരാശിയിൽ ജനിച്ചവർക്ക് പൊതുവേ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഉണ്ടെങ്കിലും ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോയാൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കർമാധിപനും നിവൃത്തിനാഥനുമായിരിക്കുന്ന ബുധൻ്റെ അനുകൂല സ്ഥിതിയും
നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു സമയമാണ്. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും കഴിയുന്ന സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഉത്രാടം നക്ഷത്രം 45 നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം 30 നാഴികയും കൂടിച്ചേരുന്ന മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. ഈശ്വരാനുഗ്രഹത്തോടെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടൊരു സമയമാണ്. തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും നോക്കുമ്പോൾ കർമാധിപതിയായിരിക്കുന്ന ശുക്രന് ഉച്ചബലം വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയമാണ്. ഇനി വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പഠന സംബന്ധമായിട്ട് വളരെയധികം നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും മനസ്സന്തോഷവും ഉയർച്ചയും കാണുന്ന സമയമാണ്. എന്നാലോ ശ്രദ്ധിക്കേണ്ട കാര്യം ധനസന്താനകാരകനായിരിക്കുന്ന വ്യാഴത്തിന് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് 6ാം ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ നോക്കണം. അതുകൊണ്ട് വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഈ ഒരു സമയങ്ങളിൽ. അവിട്ടം നക്ഷത്രം 30 നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രവും 45 നാഴികയും കൂടിച്ചേരുന്ന ഈ കുംഭം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണ്. ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ട് ജീവിത അനുഷ്ഠാനങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും ശ്രദ്ധിക്കണം. എന്നാൽ തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന സൂര്യൻ്റെ അനുകൂല സ്ഥിതിയും മൂലം കർമ്മപരമായിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു സമയമാണ്. പഠന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും എല്ലാം തന്നെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം. അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പൂരോരുട്ടാതി നക്ഷത്രം 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്ന മീനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ പൊതുവെ ജന്മശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന വ്യാഴം തന്നെ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളം നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയമാണ്. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധ വേണം. ഈ ഒരു സമയങ്ങളിൽ അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം.
ധനപരമായിട്ട് ധാരാളം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും അത്ര തന്നെ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കണം. കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ ഈ മീനം രാശിക്കാർ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്.